അസ്സലാമു അലൈക്കും. 4-ാം ക്ലാസ്സുകാരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലിസാനുൽ ഖുർആനിലെ 1-ാം പാഠം അജായിബു മിൻ ഖൽഖില്ലാഹി തആല എന്ന പാഠമാണ്. ചിത്രകഥയിലൂടെ ചിത്രങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പാഠം പഠിക്കുന്നത്. ഇൻഷാ അള്ളാഹ് വരും ദിവസങ്ങളിൽ ലിസാനുൽ ഖുർആനിൻ്റെ മറ്റു പാഠങ്ങളും ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ വീഡിയോകളും കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നിങ്ങൾ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ ഈ ചിത്രത്തിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ഒരു ഉപ്പയുണ്ട്, ഒരു മകനുണ്ട്. ഇവക്കൊക്കെ അറബിയിൽ എന്താണ് പറയുക നോക്കാം. ഉപ്പാക്ക് എന്താ പറയാം? വാലിദുൻ. മകന് ഇബിനുൻ. സിംഹത്തിന് അസദുൻ. തത്തക്ക് ബബുഗാഉൻ. ജിറാഫിന് സറാഫത്തുൻ. മാനിന് ലൊബിയുൻ. കടുവക്ക് ബബറുൻ. കുറുക്കന് സഅലബുൻ. പരുന്തിന് സഖറുൻ. ഇതൊക്കെ നമുക്ക് ആദ്യം ഓരോ പദങ്ങളും നമുക്ക് പഠിക്കാം. എന്നിട്ട് നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഇൻതഹ അവസാനിച്ചു. എന്താണ് അവസാനിച്ചത്? അൽ ഇംതിഹാനു പരീക്ഷയാണ് അവസാനിച്ചത്. എങ്ങനെയുള്ള പരീക്ഷയാണ്? അസ്സനവിയു വാർഷികമായ. അപ്പോൾ അൽ ഇംതിഹാനു സനവിയു എന്ന് പറഞ്ഞാൽ വാർഷിക പരീക്ഷ. പരീക്ഷകൾ പല മോഡലുണ്ട്. പാദവാർഷികമുണ്ട്, അർദ്ധവാർഷികമുണ്ട്, വാർഷിക പരീക്ഷ ഉണ്ട്. ഇവിടെ അവസാനിച്ചത് ഏതാണ്? വാർഷിക പരീക്ഷയാണ് അല്ലേ? അപ്പോൾ ഇൻതഹൽ ഇംതിഹാനു സനവിയു വാർഷിക പരീക്ഷ അവസാനിച്ചു. ദഹബ ഫാളിലുൻ മഅ വാലിദിഹി. ദഹബ പോയി. ആരാണ് പോയത്? ഫാളിലുൻ. ഫാളിലാണ് പോയത്. ആരുടെ കൂടെ? മഅ വാലിദിഹി അവന്റെ പിതാവിന്റെ കൂടെ. വാലിദ് എന്നാൽ പിതാവ്, വാലിദുഹു അവന്റെ പിതാവ്, മഅ കൂടെ. ദഹബ പോയി. അപ്പോ ദഹബ ഫാളിലുൻ ഫാളില് പോയി, മഅ വാലിദിഹി അവന്റെ പിതാവിന്റെ കൂടെ. എന്തിനാ അവര് പോയത്? ലി സിയാറത്തി സന്ദർശിക്കാൻ വേണ്ടി. സിയാറത്ത് എന്ന് പറഞ്ഞാൽ സിയാറത്തിന് പോവാന്ന് കേട്ടിട്ടില്ലേ? സന്ദർശിക്കാൻ പോവാ. അപ്പോൾ ലി എന്ന് പറഞ്ഞാൽ വേണ്ടി. അപ്പോൾ ലി സിയാറത്തി സന്ദർശിക്കാൻ വേണ്ടിയാണ് അവർ പോയത്. എന്ത് സന്ദർശിക്കാന്? ഹദീഖത്തിൽ ഹയവാനാത്തി മൃഗശാല. മൃഗശാല സന്ദർശിക്കാൻ വേണ്ടി ഫാദില് തന്റെ പിതാവിന്റെ കൂടെ പോയി. ഫ റഅ. ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ. ഫ അപ്പോൾ. റഅ അവൻ കണ്ടു. എന്തിനെയാണ് കണ്ടത്? അൽ അസദ സിംഹത്തെ, വസ്സറാഫത ജിറാഫിനെ, വല്ലൊബിയ മാനിനെ. ഫറഅ അപ്പോൾ അവൻ കണ്ടു. ആരൊക്കെയാണ് അവൻ കണ്ടത്? അൽ അസദ സിംഹത്തിനെ, വസ്സറാഫത ജിറാഫിനെ, വല്ലൊബിയ മാനിനെ, അൽ ബബറ കടുവയെ, വസഅലബ കുറുക്കനെ. അവരൊക്കെ എവിടെയാണ്? ഈ മൃഗങ്ങളൊക്കെ എവിടെയാണ്? ഫിൽ അഖ്ഫാസി കൂടുകളിലാണ്. ഖഫസ് എന്ന് പറഞ്ഞ കൂട് എന്നാ. ഇനി ഒരുപാട് കൂടുകൾ ഉണ്ടെങ്കിൽ അഖ്ഫാസ് എന്ന് പറയും. അപ്പോ ഈ മൃഗങ്ങളൊക്കെ എവിടെയാണ്? കൂട്ടിലാണ്. സുമ്മ പിന്നെ, പിന്നീട്, മശ നടന്നു, ഖലീലൻ അല്പം. ആ മൃഗങ്ങളൊക്കെ കണ്ട് എന്ത് ചെയ്തു? കുറച്ച് നടന്നു, കുറച്ച് മുന്നോട്ട് നടന്നു. അപ്പോൾ റഅ അവൻ കണ്ടു. ഇനി അവൻ ആരൊക്കെയാണ് കണ്ടത്? ആദ്യം അവന് അസദിനെ, സറാഫത്തിനെ, അതുപോലെ ബബറിനെ, ഇവയൊക്കെ ലൊബീനൊക്കെ കണ്ടു. എന്നിട്ട് കുറച്ച് മുന്നിക്ക് നടന്നു. ഇനി ആരൊക്കെയാണ് അവൻ കണ്ടത്? അപ്പോൾ റഅ അവൻ കണ്ടു. ആരെ? അൽ ബബ്ഗാ തത്തയെ, വസ്സഖറ പരുന്തിനെ, വൽ ഹമാമത പ്രാവിനെ, വൽ അന്തലീബ കുയിലിനെ. ഇവരൊക്കെ എവിടെയാണ്? അലൽ അസ്ജാരി മരത്തിന്റെ മുകളിലാണ്, മരത്തിന്മേലാണ്. അസദും സറാഫത്തും ലൊബിയും ബബറൊക്കെ എവിടെയാണ്? ഖഫസിലാണ്, കൂട്ടില് ഖഫസിലാണ്. എന്നാൽ
ഹമാമത്തും അന്തലീബും ബബുവാക്ക് എവിടെയാണ്? അലൽ അസ്ജാരി, മരത്തിന്റെ മുകളിലാണ്. അങ്ങനെ ഉപ്പയും മകനും മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കണ്ടു. എന്നിട്ട് പിതാവ് എന്ത് ചെയ്യാണ്? മകനോട് വിശദീകരിച്ചു കൊടുക്കാണ്. മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു കൊടുക്കാണ്. ഷറഹ, വിശദീകരിച്ചു. ആരാ വിശദീകരിച്ചത്? അൽ വാലിദു, പിതാവ്. ആർക്ക്? ലിബിനിഹി, അവന്റെ മകനോട് വിശദീകരിച്ചു കൊടുത്തു. എന്തിനെ കുറിച്ച്? അനിൽ ഹയവാനാത്തി, മൃഗങ്ങളെ കുറിച്ച്. വത്തുയൂരി, പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും പിതാവ് തന്റെ മകനോട് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ പിതാവ് തന്റെ മകനോട് മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. സിംഹം കാട്ടിലെ രാജാവാണ്, ജിറാഫാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൃഗം, നീളം കൂടിയ മൃഗം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതുപോലെ ബാക്കിയുള്ള മൃഗങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ചപ്പോ ഫാദിൽ ഇപ്പയോട് പറഞ്ഞു. അപ്പോൾ കാല, പറഞ്ഞു, ഫാദിലുൻ, ഫാദില്. അപ്പോൾ ഫാദില് ഉപ്പയോട് പറയാണെന്ത്? യാ വാലിദി, എന്റെ ഉപ്പച്ചി, അസ്സഅലബു, കുറുക്കൻ, കൽ കൽബി, പട്ടിയെ പോലെയാണ്. കാന്ന് പറഞ്ഞാൽ പോലെ, കൽബ് പറഞ്ഞാൽ നായ, നായയെ പോലെയാണ്. വല്ലബിയു, മാന്, കൽ ഗനമി, ആടിനെ പോലെയാണ്. അതായത് ഫാദില് ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഓന് ആടിനെയും നായയൊക്കെ കണ്ടിട്ടുള്ളൂ, കുറുക്കനെയും മാനിനെയൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അവന്റെ മനസ്സിൽ വന്നതാണ് എന്ത്? ആ, ആട് മാനിനെ പോലെയാണ്, കുറുക്കൻ പട്ടിയെ പോലെയാണ്. പിതാവിനോട് പറയാണ്, അലൈസ, അല്ലേ, കദാലിക്ക, അപ്രകാരം, അങ്ങനെ തന്നെയല്ലേ, യാ വാലിദി, എന്റെ ഉപ്പച്ചി, അസ്സഅലബു കൽ കൽബി, കുറുക്കൻ നായയെ പോലെയാണ്. വല്ലബിയു, മാന്, കൽ ഗനമി, ആടിനെ പോലെയാണ്. അലൈസ കദാലിക്ക, അങ്ങനെ തന്നെയല്ലേ, അപ്രകാരം തന്നെയല്ലേ. അപ്പോൾ ഫഖാലൽ വാലിദു, അപ്പോൾ പിതാവ് പറഞ്ഞു. വാലിദ് പറഞ്ഞാൽ പിതാവ്. പിതാവ് എന്താ ഫാദിലിനോട് പറഞ്ഞത്? ബല, അതെ, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, അങ്ങനെ തന്നെയാണ്. വഖദ്, തീർച്ചയായും, ഫഹിംത, നിനക്കും മനസ്സിലായി. എന്താണ് എനിക്ക് മനസ്സിലായത്? അനിൽ ഹയവാനാത്തി, മൃഗങ്ങളെ കുറിച്ച്, വ അനി തുയൂരി, പക്ഷികളെ കുറിച്ച്, ജയ്യിദൻ, നന്നായിട്ട് നിനക്ക് മനസ്സിലായി. വഹിയ, ഇതൊക്കെ എന്താണ്? മിൻ അജായിബി, അത്ഭുതങ്ങളിൽ പെട്ടതാണ്. ഖൽഖില്ലാഹി തആല, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച പദങ്ങൾ ഉപയോഗിച്ച് ചില വാചകങ്ങളൊക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ജറിന്റെ അക്ഷരങ്ങളെ കുറിച്ചാണ്. ഹുറൂഫുൽ ജറി, ജറിന്റെ അക്ഷരങ്ങൾ, ജറിന്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? ജറിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ക, ലി, ഫി, മിൻ, അൻ, അല, ഇവയൊക്കെ എന്താണ്? ജറിന്റെ അക്ഷരങ്ങളാണ്, ജറിന്റെ ഹർഫുകളാണ്. എന്താണ് ഇവയുടെ പ്രത്യേകത? ഇവ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം. ഒന്നാമത്തത് ലി സിയാറത്തി. ഇവിടെ സിയാറത്തി എന്നുള്ളത് ലി എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? അവസാനം ഇവിടെ കെസ്ർ കൊടുത്തിട്ടുണ്ട്. ഇതിനാണ് ജർ എന്ന് പറയാം. അതായത് എന്തുകൊണ്ടാണ് ലി സിയാറത്ത എന്നോ അല്ലെങ്കിൽ ലി സിയാറത്തു എന്നോ പറഞ്ഞില്ല, ലി സിയാറത്തി എന്ന് പറയാനുള്ള കാരണം എന്താ? ഇവിടെ ലാം ഉള്ളത് കൊണ്ടാണ്. കാരണം ഈ ലാം എന്താണ്? ലി എന്നുള്ളത് എന്താണ്? ലി എന്നുള്ളത് ജറിന്റെ ഹർഫിൽ പെട്ടതാണ്. അടുത്ത ഉദാഹരണം നോക്കാം. ഫിൽ അഖ്ഫാസി, ഇവിടെയോ അഖ്ഫാസി എന്നുള്ളത് കെസ്റാണ്. എന്തുകൊണ്ടാണ് ഈ കെസ്റ വന്നത്? ഇതിനു മുമ്പ് ആര് വന്നു? ഫി എന്നുള്ള വന്നിട്ടുണ്ട്. ഫി ആരാണ്? ഫി എന്നുള്ളത് ജറിന്റെ ഹർഫുകളിൽ പെട്ടതാണ്. ജറിന്റെ ഹർഫുകളിൽപ്പെട്ട ഹർഫിന് ശേഷം ഒരു ഇസ്മ വന്നാൽ ആ ഇസ്മിന് എന്ത് ചെയ്യണം? ഇസ്മിന്റെ അവസാനത്തിന് നമ്മൾ ജറ് കൊടുക്കണം. ഇവിടെ കെസ്റ വരാനുള്ള കാരണം എന്താ? ഇവിടെ ഫി എന്നത് വന്നത് കൊണ്ടാണ്. അടുത്ത ഉദാഹരണം നോക്കാം. അനിൽ ഹയവാനാത്തി, ഇവിടെയോ ഹയവാനാത്തി എന്ന് പറയാനുള്ള കാരണം എന്താ? എന്തുകൊണ്ട് ഹയവാനാത്തു എന്നോ അല്ലെങ്കിൽ ഹയവാനാത്ത എന്നോ പറഞ്ഞില്ല? ഹയവാനാത്തി എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഹയവാനാത്തി എന്ന് കെസ്റിട്ട് കൊണ്ട് പറഞ്ഞു? എന്താണ്ടാ? ഇവിടെ ഈ ഹയവാന്റെ മുമ്പിൽ ആര് വന്നു? അൻ എന്നുള്ളത് വന്നിട്ടുണ്ട്. അൻ ആരാണ്? അൻ എന്നുള്ളത് ആകണ്ടോ അവിടെ? അൻ എന്നുള്ളത് ജറിന്റെ ഹർഫുകളിൽ പെട്ടതാണ്.
അടുത്ത ഉദാഹരണം ലിബിനിഹി. ഇവിടെയോ ഇബിനുഹു എന്നോ അല്ലെങ്കിൽ ഇബിനു ഹ എന്നോ ഒന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? ലിബിനിഹി എന്ന് ഗസർ കൊടുത്ത് കാണാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇവിടെ ഗസർ വന്നത്? ഇതിന് മുമ്പിൽ ലി എന്ന് വന്നിട്ടുണ്ട്. അതെന്താണ്? ജെറിന്റെ ഹർഫുകളിൽ പെട്ടതാണ്. അടുത്തത് കൽ കൽബി. ഇവിടെയും കൽബി എന്ന് പറയുമ്പോഴും ഈ ബായിന് കൽബു എന്നോ അല്ലെങ്കിൽ കൽബ എന്നോ പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? കൽബി എന്ന് പറഞ്ഞു. ഗസർ കൊടുത്ത് കാണാൻ പറഞ്ഞത്. ഈ ഗസർ വരാനുള്ള കാരണം എന്താ? ഇതിനു മുമ്പിൽ ഖ എന്ന് വന്നിട്ടുണ്ട്. ഈ ഖ എന്നുള്ളത് എന്താണ്? ജെറിന്റെ ഹർഫുകളിൽ പെട്ടതാണ്. അടുത്തത് കൽ ഗനമി. ഇവിടെയോ ഈ മീമിന് ഗസറാണ്. എന്തുകൊണ്ട്? ഗനമു എന്നോ അല്ലെങ്കിൽ ഗന മാ എന്നോ പറഞ്ഞില്ല. ഗന മീ എന്ന് ഗസർ കൊടുത്ത് കാണാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഗസർ കൊടുത്ത് പറഞ്ഞത്? കാരണം എന്താ? ഗനമി എന്നതിന് മുമ്പ് ആര് വന്നിട്ടുണ്ട്? കാഫ് വന്നിട്ടുണ്ട്. ഈ കാഫ് എന്താണ്? ജെറിന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. അടുത്തത് അനി തുയൂരി. ഇവിടെയോ കെസറാണ്. റായിന് കെസറാണ്. എന്തുകൊണ്ടാണ് ഇവിടെ റായിന് കെസർ വരുന്നത്? ഈ തുയൂരി എന്ന പദത്തിന് മുമ്പ് അൻ എന്ന് വന്നിട്ടുണ്ട്. അൻ എന്നുള്ളത് എന്താണ്? ജെറിന്റെ ഹർഫുകളിൽ പെട്ടതാണ്. അടുത്തത് മിൻ അജാഇബി. ഇവിടെയോ ബി, അതായത് അജാഇബു എന്നോ അജാഇബ എന്ന് പറയാതെ അജാഇബി എന്ന് പറയാൻ കെസർ കൊടുക്കാനുള്ള കാരണം എന്തുകൊണ്ടാ? മിൻ എന്നത് അതിന് മുമ്പിൽ വന്നതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക ലി ഫി മിൻ അൻ അല, ഇവക്ക് ശേഷം ഇത് കഴിഞ്ഞിട്ട് ഒരു ഇസ്മു വന്നാൽ എന്ത് ചെയ്യണം? അവിടൊക്കെ ജെറ് ചെയ്ത് കൊടുക്കണം. കെസർ കൊണ്ട് ജെറ് ചെയ്ത് കൊടുക്കണം. ചില സമയങ്ങളിൽ കെസർ കൊണ്ട് അല്ലാതെയും ജെറ് ചെയ്യും. നമ്മളിവിടെ കെസർ കൊണ്ട് ജെറ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ പുസ്തകത്തിൽ കൂടുതലായിട്ടും ഉള്ളത്. ഇനി നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ വായിക്കാൻ പോവുകയാണ്. എല്ലാ ഉദാഹരണങ്ങളിലും ജെറിന്റെ ഹർഫുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം കെസർ വന്നിട്ടുണ്ടോന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഓരോ ഹർഫുകളുടെയും അർത്ഥവും പ്രയോഗങ്ങളും നോക്കാം. ആദ്യത്തേത് ലി. ലി എന്നാൽ വേണ്ടി അല്ലെങ്കിൽ നോട് എന്നൊരു അർത്ഥമായിരിക്കും. ലി സിയാറത്തി, സന്ദർശിക്കാൻ വേണ്ടി. ഇവിടെ വേണ്ടി എന്ന അർത്ഥത്തിനാണ് ലി എന്ന് വന്നത്. അടുത്തത് ലിബിനിഹി, അവന്റെ മകനോട് അല്ലെങ്കിൽ അവന്റെ മകന് വേണ്ടി, അവന്റെ മകനോട്. അടുത്തത് അൽഹംദു, സർവസ്തുതികളും ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിനോടാണ് എന്നതൊക്കെയാണ് ലി എന്നതിന്റെ അർത്ഥം. അടുത്ത ഹർഫ് ഫി. ഫി എന്നാൽ ആദ്യമാണ് ഫി വന്നതെങ്കിൽ ഉണ്ട് എന്നൊരർത്ഥം വരും. ഇനി സെന്റൻസിന്റെ ഉള്ളിലാണെങ്കിൽ ഇൽ എന്നൊരു അർത്ഥം വരും. ഫിൽ അഖ്ഫാസി, കൂടുകളിലുണ്ട്. അടുത്തത് ഫിൽ ബൈത്തി, വീട്ടിലുണ്ട്. അടുത്തത് ഫിൽ കവാക്കിബി, നക്ഷത്രങ്ങളിലുണ്ട്. ഫി എന്നാൽ ഇൽ. ഇനി ആദ്യമാണ് ഫി വന്നതെങ്കിലോ ഉണ്ട് എന്നർത്ഥവും ഇതിനുണ്ടാകും. അടുത്തത് ക. ക എന്നാൽ പോലെ എന്നാണ്. അസ്സഅലബു, കുറുക്കനാകുന്നത്, കൽ കൽബി, പട്ടിയെ പോലെയാണ്. ഇവിടെ പോലെ എന്നതിനാണ് ക എന്ന് പറഞ്ഞത്. അടുത്തത് അല്ലൊബിയു, മാനാകുന്നത്, കൽ ഗനമി, ആടിനെ പോലെയാണ്. അടുത്തത് അൻത, നീ, കൽ ഉസ്താദി, ഉസ്താദിനെ പോലെയാണ്. പോലെ എന്നതിനാണ് ക എന്ന് പറയുക. അടുത്ത ഹർഫ് മിൻ. മിൻ എന്നാൽ നിന്ന്, ഫ്രം എന്നാണ് അതിന്റെ അർത്ഥം. മിൻ അജാഇബി, അത്ഭുതങ്ങളിൽ നിന്നുള്ളതാണ് അല്ലെങ്കിൽ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. അടുത്തത് മിനൽ മദ്റസത്തി, മദ്റസയിൽ നിന്ന്. ഞാൻ മദ്റസയിൽ നിന്ന് വന്നു. ജിഇതു മിനൽ മദ്റസത്തി. അപ്പോൾ മദ്റസയിൽ നിന്ന്. അടുത്ത ഉദാഹരണം മിനസ്സൂഖി, അങ്ങാടിയിൽ നിന്ന്. ഞാൻ അങ്ങാടിയിൽ നിന്ന് വന്നു. ജിഇതു മിനസ്സൂഖി. അപ്പോൾ നിന്ന് എന്നൊരർത്ഥമാണ് മിൻ എന്ന പദത്തിന് ഉണ്ടാവുക. അടുത്തത് അല. അല എന്നാൽ മേൽ എന്നൊരർത്ഥമാണ് വരിക. അലൽ അസ്ജാരി, മരത്തിന്മേൽ. അലത്തോവിലത്തി, മേശയുടെ മേൽ. അലൽ അർളി, ഭൂമിയുടെ മേൽ. ഇങ്ങനെ മേൽ എന്ന ഒരു അർത്ഥമായിരിക്കും ഉണ്ടാവുക. അടുത്തത് അൻ. അൻ എന്നാൽ
കുറിച്ച് അല്ലെങ്കിൽ തൊട്ട് എന്നൊരർത്ഥമായിരിക്കും ഉണ്ടാകുക. നോക്കാം, ഉദാഹരണം നോക്കാം. അനിൽ ഹയവാനാത്തി മൃഗങ്ങളെ കുറിച്ച്, അനി തുയൂരി പക്ഷികളെ കുറിച്ച്, അൻ അഹ്ലി ബദിരിൻ ബദിരീങ്ങളെ കുറിച്ച്. അല എന്നാൽ മേൽ എന്നൊരർത്ഥം, അലൽ അഷ്ജാരി മരത്തിന്മേൽ, അൻ എന്നാൽ കുറിച്ച് അല്ലെങ്കിൽ തൊട്ട്, അനിൽ ഹയവാനാത്തി മൃഗങ്ങളെ കുറിച്ച്. നമ്മുടെ പുസ്തകത്തിൽ ജെറിന്റെ 6 ഹർഫുകളെ കുറിച്ചാണ് പറഞ്ഞത്. 6 ഹർഫുകളുടെയും അർത്ഥം വരുന്ന ശൈലിയും നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ 6 ഹർഫുകൾ കൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ചിത്രം കണ്ട് പഠിക്കാം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അർത്ഥം വരുന്ന ശൈലിയും അതുപോലെ ജെറും, ജെറിൻ്റെ അക്ഷരങ്ങളും ശേഷം വന്ന ഇസ്മിന് ജെറ് ചെയ്തിട്ടുണ്ടോ എന്നും ശ്രദ്ധിക്കുക. ഇനി ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചിത്രങ്ങൾ കണ്ട് പഠിക്കാം. സഹബ സിനാനുൻ, സഹബ പോയി. ആരാ പോയത്? സിനാനുൻ, സിനാനാണ് പോയത്. എന്തിനാ സിനാൻ പോയത്? ലി സിയാറത്തി സന്ദർശിക്കാൻ വേണ്ടി. എന്ത്? അൽ ഹദീഖത്തി പൂന്തോട്ടം. സഹബ സിനാനുൻ ലി സിയാറത്തിൽ ഹദീഖത്തി പൂന്തോട്ടം സന്ദർശിക്കാൻ വേണ്ടി സിനാൻ പോയി. അസ്സഅലബു കുറുക്കനാകുന്നത് കൽ കൽബി നായയെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ്. അപ്പൊ കൽ കൽബി നായയെ പോലെ. അപ്പോ അസ്സഅലബു കുറുക്കനാകുന്നത് കൽ കൽബി നായയെ പോലെയാണ്. കുല്ലുഹ അതെല്ലാം, അത് മുഴുവനും, മിൻ അജായിബി അത്ഭുതങ്ങളിൽ പെട്ടതാണ്, ഖൽഖില്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ. അതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. ഫഹിംത നിനക്ക് മനസ്സിലായി, അനിൽ ഹയവാനാത്തി മൃഗങ്ങളെ കുറിച്ച്. ഹയവാനാത്ത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, ഹയവാനുൻ മൃഗം, ഹയവാനാത്ത് മൃഗം. ഫഹിംത നിനക്ക് മനസ്സിലായി, അനിൽ ഹയവാനാത്തി മൃഗങ്ങളെ കുറിച്ച്, മൃഗങ്ങളെ കുറിച്ച് നിനക്ക് മനസ്സിലായി. അൽ അസദു സിംഹമാകുന്നത് ഫിൽ ഹദീഖത്തി പൂന്തോട്ടത്തിലാണ്. അസദ് എന്നാൽ സിംഹം, ഹദീഖത്ത് പൂന്തോട്ടം. അൽ അസദു ഫിൽ ഹദീഖത്തി സിംഹം പൂന്തോട്ടത്തിലാണ്. അത്തുയൂറു പക്ഷികളാകുന്നത് അലൽ അസ്ജാരി മരങ്ങൾക്ക് മുകളിലാണ്, മരങ്ങളുടെ മേലാണ്. ആര്? പക്ഷികൾ. തുയൂറു എന്ന് പറഞ്ഞാൽ തൊയ്റു പക്ഷി, തുയൂറു പക്ഷികൾ. ഷജർ മരം, അസ്ജാർ മരങ്ങൾ. അത്തുയൂറു അലൽ അസ്ജാരി പക്ഷികൾ മരത്തിന്മേലാണ്. ബയ്യന വ്യക്തമാക്കി. ആര്? അൽ വാലിദു പിതാവ്. ബയ്യനൽ വാലിദു പിതാവ് വ്യക്തമാക്കി. ആരോട്? ലിബിനിഹി അവന്റെ മകനോട്. ഇബിനുൻ മകൻ, ഇബിനുഹു അവന്റെ മകൻ. ബയ്യനൽ വാലിദു ലിബിനിഹി പിതാവ് തന്റെ മകന് വ്യക്തമാക്കി കൊടുത്തു. അല്ലൊബിയു മാനാകുന്നത് കൽ ഗനമി ആടിനെ പോലെയാണ്. ലൊബി എന്ന് പറഞ്ഞാല് മാന്, ഗനമ് ആട്. ക എന്നാൽ പോലെ എന്ന. കൽ ഉസ്താദി ഉസ്താദിനെ പോലെ, കൽ ഖലമി പേനയെ പോലെ, ക മുഹമ്മദിൻ മുഹമ്മദിനെ പോലെ. അങ്ങനെ പോലെ പോലെ എന്നുള്ളതിനാണ് ക എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പൊ അല്ലൊബിയു മാനാകുന്നത് കൽ ഗനമി ആടിനെ പോലെയാണ്. യതവല്ലഉ വുളൂഅ് ചെയ്യുന്നു. ആര്? ബാസിമുൻ ബാസിം, ബാസിമാണ് വുളൂഅ് ചെയ്യുന്നത്. വുളൂഅ് യതവല്ലഉ വുളൂഅ് ചെയ്യുന്നു. ബാസിമുൻ ബാസിം എവിടുന്നാ വുളൂഅ് ചെയ്യുന്നത്? മിനൽ ഹൗളി ഹൗളിൽ നിന്ന്. യതവല്ലഉ വുളൂഅ് ചെയ്യുന്നു. ബാസിമുൻ ബാസിം വുളൂഅ് ചെയ്യുന്നു. മിനൽ ഹൗളി ഹൗളിൽ നിന്ന്. യതവല്ലഉ ബാസിമും മിനൽ ഹൗളി ബാസിം ഹൗളിൽ നിന്ന് വുളൂഅ് ചെയ്യുന്നു. ബയ്യന വ്യക്തമാക്കി. ആരാണ് വ്യക്തമാക്കിയത്? അൽ വാലിദു പിതാവ്. വലതു എന്ന് പറഞ്ഞാല്
ആൺകുട്ടി. വാലിദ് എന്ന് പറഞ്ഞാല് പിതാവ്, ഉപ്പ. ബയ്യനൽ വാലിദു, ഉപ്പ വ്യക്തമാക്കി കൊടുത്തു. എന്ത്? അനിൽ ഹയവാനാത്തി, മൃഗങ്ങളെ കുറിച്ച്. ബയ്യനൽ വാലിദു അനിൽ ഹയവാനാത്തി, മൃഗങ്ങളെ കുറിച്ച് പിതാവ് വ്യക്തമാക്കി കൊടുത്തു. അസ്സഅലബു, കുറുക്കനാകുന്നത് ഫിൽ ഖഫസി, കൂട്ടിലാണ്. ഖഫസ് എന്ന് പറഞ്ഞാൽ കൂട് എന്നാണ്. സഅലബ് എന്ന് പറഞ്ഞാൽ കുറുക്കൻ. അപ്പോ അസ്സഅലബു, കുറുക്കൻ ഫിൽ ഖഫസി, കൂട്ടിലാണ്. അല ഷജറത്തി, മരത്തിന്മേലാണ്. ആര്? ബബ്ഗാഉൻ, തത്ത. അല ഷജറത്തി ബബ്ഗാഉൻ, തത്ത മരത്തിന്മേൽ ആണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽ ബുർത്തുഖാലു, ഓറഞ്ചാകുന്നത് ഫിസല്ലത്തി, കൊട്ടയിലാണ്. ബുർത്തുഖാൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, സല്ലത്ത് കൊട്ട. അൽ ബുർത്തുഖാലു ഫിസല്ലത്തി, ഓറഞ്ച് കൊട്ടയിലാണ്. അല തോവിലത്തി, മേശയ്ക്കു മേലാകുന്നു. ബിത്തീഖത്തുൻ, തണ്ണിമത്തൻ. ബിത്തീഖത്ത് എന്നാൽ തണ്ണിമത്തൻ, തോവിലത്ത് മേശ. അല തോവിലത്തി ബിത്തീഖത്തുൻ, തണ്ണിമത്തൻ മേശയ്ക്ക് മേൽ ആകുന്നു. റജഅ ദാരിസു മിനൽ മദ്റസത്തി, റജഅ മടങ്ങി. ആരാ മടങ്ങിയത്? അദ്ദാരിസു, വിദ്യാർത്ഥി. റജഅ ദാരിസു, വിദ്യാർത്ഥി മടങ്ങി. മിനൽ മദ്റസത്തി, മദ്റസയിൽ നിന്ന്. റജഅ ദാരിസു മിനൽ മദ്റസത്തി, വിദ്യാർത്ഥി മദ്റസയിൽ നിന്ന് മടങ്ങി. റളിയല്ലാഹു, അല്ലാഹു തൃപ്തിപ്പെട്ടു. അൻ അഹ്ലി ബദിരിൻ, ബദിരീങ്ങളെ തൊട്ട്. റളിയല്ലാഹു അൻ അഹ്ലി ബദിരിൻ, ബദിരീങ്ങളെ തൊട്ട് അല്ലാഹു തൃപ്തിപ്പെട്ടു. ഫിസല്ലത്തി, കൊട്ടയിലുണ്ട്. എന്താ കൊട്ടയിലുള്ളത്? മാഞ്ച, മാങ്ങ. ഫിസല്ലത്തി, മാഞ്ച, കൊട്ടയിൽ മാങ്ങയുണ്ട്. യന്തളിറു, കാത്തിരിക്കുന്നു. ആരാ കാത്തിരിക്കുന്നത്? അൽ ഉമ്മു, ഉമ്മ. യന്തളിറുൽ ഉമ്മു, ഉമ്മ കാത്തിരിക്കുന്നു. എവിടെ? ഫിൽ ബൈത്തി, വീട്ടിൽ. യന്തളിറുൽ ഉമ്മു ഫിൽ ബൈത്തി, ഉമ്മ വീട്ടിൽ കാത്തിരിക്കുന്നു. സമിഅ്തു, ഞാൻ കേട്ടു. എന്താ ഞാൻ കേട്ടത്? അൽ അദാന, ബാങ്കിനെ. എവിടുന്ന്? മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന്. സമിഅ്തുൽ അദാന മിനൽ മസ്ജിദി, ഞാൻ പള്ളിയിൽ നിന്ന് വാങ്ക് കേട്ടു. നദ്ഹബു, ഞങ്ങൾ പോകുന്നു. എന്തിനാ ഞങ്ങൾ പോകുന്നത്? ലി സിയാറത്തി, സന്ദർശിക്കാൻ വേണ്ടി. ആരെ? ജദ്ദിന, ഞങ്ങളുടെ ഉപ്പാപ്പാനെ. നദ്ഹബു ലി സിയാറത്തി ജദ്ദിന, ഞങ്ങളുടെ ഉപ്പാപ്പാനെ സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നു. അത്ത്വാമു, ഭക്ഷണമാകുന്നത്. അലൽ മാഇദത്തി, സുപ്രക്ക് മേൽ ആണ്. അത്ത്വാമു അലൽ മാഇദത്തി, ഭക്ഷണം സുപ്രക്ക് മേൽ ആകുന്നു. ത്വാമ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, മാഇദ സുപ്ര. അത്ത്വാമു അലൽ മാഇദ, ഭക്ഷണം സുപ്രക്ക് മേൽ ആകുന്നു. അൻത, നീ. കൽ ഉസ്താദി, ഉസ്താദിനെ പോലെയാണ്. അൻത കൽ ഉസ്താദി, നീ ഉസ്താദിനെ പോലെയാണ്. ഖറഇന, ഞങ്ങൾ വായിച്ചു. എന്താ ഞങ്ങൾ വായിച്ചത്? അൻ ഹിജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഹിജ്റയെ കുറിച്ച്, നബി തങ്ങളുടെ പലായനത്തെ കുറിച്ച് ഞങ്ങൾ വായിച്ചു.
ഇനി നമുക്ക് ഏകവചനവും ബഹുവചനവും പഠിക്കാം. അതായത് ഏകവചനം എന്നാൽ മുഫ്രദ്, ബഹുവചനം എന്നാൽ ജംഅ്. ഏകവചനം എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം അല്ലെങ്കിൽ ഒരു വസ്തു മാത്രം. എന്നാൽ ഒരുപാട് വസ്തുക്കൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ, അതിനെന്ത് പറയാ? ബഹുവചനം ജംഅ് എന്ന് പറയാം. ആദ്യം ഹയവാനുൻ. ഹയവാനുൻ എന്ന് പറഞ്ഞാൽ മൃഗം. ഒരു മൃഗമാണെങ്കിൽ അതിനെ ഹയവാനുൻ എന്ന് നമുക്ക് പറയാം. എന്നാൽ ഒരുപാട് മൃഗങ്ങളുണ്ട്, അപ്പോഴോ ഹയവാൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് പറയണം? ഹയവാനാത്തുൻ എന്ന് പറയണം. ഇനി ഖാഫസുൻ. ഖാഫസുൻ എന്നാൽ കൂട്. ഒരു കൂടാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഖാഫസുൻ എന്ന് പറയാം. എന്നാൽ ഒരുപാട് കൂടുകൾ ഉണ്ടെങ്കിലോ? അഖ്ഫാസുൻ, കൂടുകൾ. ഖാഫസുൻ ഒരു കൂട്, അഖ്ഫാസുൻ ഒരുപാട് കൂടുകൾ. അടുത്തത് ത്വയ്റുൻ. ത്വയ്റുൻ എന്നാൽ പക്ഷി എന്നാണ്. ഒരു പക്ഷിയാണെങ്കിൽ അതിന് ത്വയ്റുൻ എന്ന് പറയാം. എന്നാൽ ഒരുപാട് പക്ഷികൾ ഉണ്ടെങ്കിലോ എന്താ പറയാ? തുയൂറുൻ. ഒരു പക്ഷിക്കാണെങ്കിൽ ത്വയ്റുൻ, ഒറ്റ പക്ഷി. ഒരുപാട് പക്ഷികൾ ഉണ്ടെങ്കിൽ എന്ത് പറയണം? തുയൂറുൻ എന്ന് പറയണം. ഇനി ഷജറുൻ. ഷജറുൻ എന്ന് പറഞ്ഞാൽ മരം. ഒരു മരത്തിനാണ് എന്ത് പറയാ? ഷജറുൻ എന്ന് പറയാം. ഇനി ഒരുപാട് മരങ്ങൾ ഉണ്ടെങ്കിലോ? അഷ്ജാറുൻ. ഒരു മരത്തിന് ഷജറുൻ. കുറെ മരങ്ങൾ ഉണ്ടെങ്കിലോ? അഷ്ജാറുൻ, മരങ്ങൾ. ഇബിനുൻ, മകൻ. ഒരാളാണെങ്കിൽ ഇബിനുൻ എന്ന് പറയും, ഒരു മകന്. ഇനി ഒരുപാട് കുട്ടികൾ, ഒരുപാട് മക്കൾ ഉണ്ടെങ്കിൽ എന്താ പറയാ? അബിനാഉൻ, മക്കൾ. ഇബിനുൻ മകൻ, അബിനാഉൻ മക്കൾ. ഹദീഖത്തുൻ, പൂന്തോട്ടം. ഒരു പൂന്തോട്ടമാണെങ്കിൽ അതിനെന്ത് പറയും? ഹദീഖത്തുൻ എന്ന് പറയും. എന്നാൽ ഒരുപാട് പൂന്തോട്ടങ്ങൾ ഉണ്ടെങ്കിലോ? ഹദീഖത്തുൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്ത് പറയണം? ഹദായിഖുൻ. ഒരു പൂന്തോട്ടത്തിന് ഹദീഖത്തുൻ. ഒരുപാട് പൂന്തോട്ടങ്ങൾ ഉണ്ടെങ്കിൽ ഹദായിഖുൻ.